നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തോൽവിയുടെ കാരണം അങ്ങ് താഴെ തട്ട് മുതൽ ഞങ്ങൾ പരിശോധിക്കും എന്നായിരുന്നു CPMന്റെ സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളിമറിച്ചത്. എന്നാൽ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തകരും നേതാക്കളും എല്ലാവരും ഇപ്പോൾ നേതൃത്വത്തിന് നേരെ വിരൽ ചൂണ്ടുകയാണ്. പൊട്ടിത്തെറി അവസാനിക്കുന്നില്ല. വലിയ കൂട്ടയടിയിലേക്കും പൊട്ടിത്തെറിയിലേക്കും ഇപ്പോൾ CPMൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പിണറായിക്കും MV ഗോവിന്ദന് നേരെയും ഒന്നും ഒരക്ഷരം പ്രതികരിക്കാതിരുന്നവർ ഇപ്പോൾ ശക്തമായി പ്രതികരിക്കുകയാണ്. അത് പുറത്തേക്ക് വരുമ്പോൾ CPM നാണം കെടുകയാണ്. കാരണം CPMൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ചില സാഹചര്യങ്ങളും കലാപക്കൊടിയുമാണ് ഉയർന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിനെ ശുദ്ധീകരിച്ച് വീണ്ടും ഒരു ശക്തമായ പ്രസ്ഥാനമായി തിരികെ കൊണ്ടുവരണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടുന്നു. താഴെ തട്ടിലുള്ളവർ പറയുന്നു. എന്നാൽ ഇപ്പോഴും തിരുത്താൻ തയ്യാറാകാതെ അങ്ങ് മേൽത്തട്ടിലുള്ളവർ കടുംപിടുത്തം കാണിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ പൊളിച്ചെഴുതിയിരിക്കും എന്നാണ് ഈ താഴെ തട്ടിലുള്ളവരും പ്രവർത്തകരും കൊടി പിടിച്ച് ഈ പ്രസ്ഥാനത്തിനു വേണ്ടി നിൽക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളും പറയുന്നത്. ഇന്ന് പിണറായി വിജയന്റെ പിറന്നാളാണ്. പക്ഷേ അതിനെ പോലും തോട്ടിലെറിഞ്ഞുകൊണ്ടാണ് പലരും വിമർശനം അതിശക്തമാക്കുന്നത്. പിണറായി വിജയനും MV ഗോവിന്ദന് നേരെയുമൊക്കെ കലാപക്കൊടിയാണ് പാർട്ടിയിൽ ഉയർന്നിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും മാറി നിൽക്കണമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പച്ചയ്ക്ക് പറയുമ്പോൾ അധികം ഇനി മുൻപോട്ട് പോകാൻ ഇരുവർക്കും കഴിയില്ല എന്നുള്ളത് ഏകദേശം വ്യക്തമാകുകയാണ്. ഇതുവരെ രാജാവും മന്ത്രിയും കളിക്കുകയായിരുന്നു പാർട്ടിയിൽ ഈ രണ്ടുപേരും ചേർന്ന്. എന്നാൽ നിങ്ങൾ വെറും പ്രജയാണ് എന്ന് ഇവിടുത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോൾ പറയുകയാണ്. ഇത് കുറച്ചുകൂടി മുൻപേ പറയേണ്ടതായിരുന്നു, കുറച്ചുകൂടി മുൻപേ പൊളിച്ചെഴുതേണ്ടതായിരുന്നു, കുറച്ചുകൂടി മുൻപേ ഒരു ശുദ്ധികലശം വേണ്ടതായിരുന്നു. വൈകിപ്പോയി, പക്ഷേ സാരമില്ല, തിരികെ വരാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ കോട്ടയം ജില്ലയിലെ CPMൽ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ അണികളുടെ പരസ്യമായ കലാപക്കൊടി. 25 വയസ്സ് വരെയുള്ള പുതുതലമുറയോട് എങ്ങനെ ഇടപെടണമെന്നോ അവരുടെ ചിന്തകളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നോ അറിയാത്ത പ്രാകൃത നേതൃത്വമായി പോയി ഇതെന്ന് ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ രൂക്ഷമായ വിമർശനം ഉയർന്നു. ഇതിനെല്ലാം അടിയറവ് വയ്ക്കുന്ന തരത്തിലാണ് മുൻമന്ത്രി VN വാസവനും ജില്ലാ സെക്രട്ടറി TR രഘുനാഥനും പാർട്ടി ചുമതലകളിൽ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേക വ്യക്തിയുമായി അമിത ബന്ധം പുലർത്തുന്നതെന്നും ഇത് പാർട്ടി നേതൃത്വത്തിന്റെ മാഫിയ ബന്ധത്തെയാണ് വ്യക്തമാക്കുന്നതെന്നും അംഗങ്ങൾ ആഞ്ഞടിച്ചു. കോട്ടയം, അയർക്കുന്നം, ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി യോഗങ്ങളിലാണ് പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള ഈ ആഭ്യന്തര ലഹള പുറത്തു വന്നത്. ശരിയാണ്, ഈ പറഞ്ഞതിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന് ഈ പാർട്ടിയിലെ അങ്ങ് തലപ്പത്തുള്ളവർക്ക് അറിയില്ല. പണ്ടത്തെ പോലെ പരനാറി, കുലംകുത്തി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പഞ്ചപുച്ഛമടക്കി മിണ്ടാതിരിക്കുന്നവരല്ല ഇന്നത്തെ തലമുറ. അവരാഞ്ഞടിക്കും. പാർട്ടിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇതിനെല്ലാം പൊളിച്ചെഴുതണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയവരാണ്. അവർ ആരുടെയും മുഖത്ത് നോക്കാതെ ചിലതൊക്കെ പറയും. ഇന്ദ്രനും ചന്ദ്രനും കർണനുമൊക്കെ അതങ്ങ് പാർട്ടിക്ക് പുറത്തു മതിയെന്ന് അവർ പറയും. ഇത് മാത്രമല്ല, ചെറുപ്പക്കാരെ ഈ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതിന് ഇതൊക്കെ ഒരു കാരണമായിട്ടുണ്ട്. ഒരു കൂട്ടം കിഴവന്മാർ കയറിയിരുന്ന് പാർട്ടിയെ അവരുടെ ധാർഷ്ട്യത്തിനനുസരിച്ച് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കോട്ടയത്ത് നിന്ന് ഉയർന്ന വലിയ വിമർശനം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ശരീരഭാഷയെയും പെരുമാറ്റത്തെയും പരിഹസിക്കുകയും കീറി മുറിച്ചുകൊണ്ടുമായിരുന്നു യോഗത്തിൽ അണികൾ സംസാരിച്ചത്. ചില സിനിമകളിൽ പ്രശസ്ത നടൻ മാമുക്കോയ അവതരിപ്പിച്ച ഹാസ്യ കഥാപാത്രങ്ങളെ പോലും പിന്നിലാക്കുന്ന തരത്തിലാണ് സെക്രട്ടറിയുടെ ശരീരഭാഷയെന്ന് അംഗങ്ങൾ പരിഹസിച്ചു. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന യോഗങ്ങളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ അണികളുടെ ഭാഗത്തു നിന്ന് കടുത്ത അമർഷം ഇരമ്പുകയാണ്. മറുപക്ഷത്ത് UDF ഒരു സംഘമായി ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിന്നപ്പോൾ പിണറായി വിജയനെ മാത്രം വ്യക്തിപൂജ നടത്തി ഉയർത്തിക്കാണിച്ച ഇടതുമുന്നണിയുടെ പ്രചാരണ ശൈലി വൻ പരാജയമായി മാറി. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പിണറായി വിജയൻ പലപ്പോഴും നടത്തിയ ധാർഷ്ട്യം നിറഞ്ഞ സംസാരങ്ങൾ പരമ്പരാഗത വോട്ടർമാരെയും അണികളെയും പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി അകറ്റിയെന്ന് യോഗം വിലയിരുത്തി. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് സീറ്റ് ഉറപ്പാക്കി സ്ഥാനാർത്ഥിയാക്കിയ നടപടി സമൂഹത്തിന് തികച്ചും തെറ്റായ സന്ദേശമാണ് നൽകിയതെന്ന് കോട്ടയത്തെ കമ്മിറ്റികൾ ഒരുപോലെ കുറ്റപ്പെടുത്തി. കോട്ടയത്തെയും പുതുപ്പള്ളിയിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ച ഗുരുതരമായ പാളിച്ചകളാണ് ദയനീയ പരാജയത്തിന് ആക്കം കൂട്ടിയത്. വൈക്കത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു. CK ആശയുടെ വികലമായ പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ കടുത്ത അനുഭാവികളെ പോലും മുന്നണിയിൽ നിന്ന് അകറ്റി നിർത്താനാണ് ഉപകരിച്ചത്.
പൂഞ്ഞാർ പോലുള്ള തന്ത്രപ്രധാനമായ മണ്ഡലങ്ങളിൽ വോട്ട് കുത്തനെ കുറയാൻ കാരണം SDPI പോലുള്ള സംഘടനകളുമായി പ്രാദേശിക തലത്തിലുണ്ടാക്കിയ വഴിവിട്ട ബന്ധങ്ങളാണെന്നും വിലയിരുത്തലുണ്ടായി. ഇതിനു പുറമെ അയർക്കുന്നത്ത് പുതിയ പാർട്ടി ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ പോലും പ്രാദേശിക നേതൃത്വത്തിന് വലിയ വീഴ്ച പറ്റി. പല ഏരിയ കമ്മിറ്റികളും താഴെ തട്ടിലുള്ള സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ വികാരം എന്തെന്ന് ഒട്ടും അറിയാതെയാണ് ഏകാധിപത്യപരമായി പ്രവർത്തിക്കുന്നതെന്നും യോഗത്തിൽ കടുത്ത വിമർശനവും ആക്ഷേപവും ഉയർന്നു. ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ ജോബ് മൈക്കിൾ പാർട്ടിക്ക് പുറത്തുള്ള ആളുകളെയും ഗ്രൂപ്പുകളെയും അകമഴിഞ്ഞ് സഹായിച്ചിട്ടും അവർ തെരഞ്ഞെടുപ്പിൽ തിരിച്ചൊന്നും നൽകിയില്ലെന്ന കടുത്ത യാഥാർത്ഥ്യവും ചർച്ചയായി. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചായിരുന്നു ജോബ് മൈക്കിൾ ഈ ബാഹ്യ സഹായങ്ങൾ നൽകിയതെങ്കിലും അങ്ങനെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായി വഞ്ചിക്കുകയാണ് ഉണ്ടായത്. മാടപ്പള്ളിയിലെ ബൂത്ത് നമ്പർ 85 മുതൽ 92 വരെയുള്ള വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന പോലും എത്തിക്കാൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം മാത്രമാണെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യവും അണികൾ തുറന്നുകാട്ടി. സാധാരണക്കാരായ കള്ളുഷാപ്പ് തൊഴിലാളികൾ, സഹകരണ വകുപ്പിലെ പെൻഷൻകാർ, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ മുടങ്ങിയ KSRTC പെൻഷൻകാർ എന്നിവരെ ഒപ്പം നിർത്തുന്നതിൽ കടുത്ത ഭരണവിരുദ്ധത കാരണം പാർട്ടി പരാജയപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ചിന്ത ജെറോം, J മേഴ്സിക്കുട്ടിയമ്മ, M സ്വരാജ്, MS ജയമോഹൻ, K സോമപ്രസാദ് തുടങ്ങിയ ഉന്നത നേതാക്കൾ പങ്കെടുത്ത യോഗങ്ങളിലാണ് പ്രാദേശിക നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന്റെ മുഖത്ത് നോക്കി ഇത്രയും കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അഭിപ്രായം തുറന്നു പറയാൻ ഔദ്യോഗികമായി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും പല പ്രാദേശിക നേതാക്കളും ഇപ്പോഴും മുകളിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും മാഫിയ ബന്ധങ്ങളുള്ള നേതാക്കളെയും ഭയന്ന് വായു തുറക്കാൻ മടിക്കുകയാണെന്ന ആശങ്കയും യോഗത്തിനൊടുവിൽ ശക്തമായി ഉയർന്നു വന്നു. അതായത് ഇതുവരെ ഒരക്ഷരം പോലും പ്രതികരിക്കാതിരുന്നവർ ഇന്നിപ്പോൾ വാ തുറന്നിരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. ഈ പാർട്ടി പാതാളക്കുഴിയിലേക്ക് വീണിരിക്കുന്നു എന്ന് കമ്മ്യൂണിസ്റ്റുകൾക്ക് വ്യക്തമായിരിക്കുന്നു. ഇതിനെ തിരിച്ചു പിടിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട്ടം നേതാക്കളും അതുപോലെ തന്നെ അണികളും പ്രവർത്തകരും എല്ലാം ചാടി ഇറങ്ങിയിരിക്കുന്നത്. അവർക്കൊരൊറ്റ ആവശ്യമേ ഉള്ളൂ, ഈ പാർട്ടിയെ നശിപ്പിച്ചവർ മാറി നിൽക്കുക. നിങ്ങൾ നേതൃനിരയിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങളാണ് നേതൃത്വം എന്ന് വീണ്ടും കാണിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ അകന്നുപോയിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് ഈ പാർട്ടിയെ തിരിച്ചു പിടിക്കണം. നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം കിട്ടിക്കഴിഞ്ഞല്ലോ, നിങ്ങളുടെ കീശ നിറച്ചു കഴിഞ്ഞല്ലോ. ഇനിയെങ്കിലും ഈ പ്രസ്ഥാനത്തെ ഒന്ന് വെറുതെ വിടൂ, അതിനൊരു ജീവശ്വാസം, അതിന് ഒന്ന് ശ്വാസമെടുക്കാനുള്ള അവസരം കൊടുക്കൂ. ഇന്നാട്ടിലെ കുറേ പാവപ്പെട്ട മനുഷ്യർക്ക്, ഈ നാടിന് ഈ പ്രസ്ഥാനം ആവശ്യമാണ്. അതുകൊണ്ട് ഇനിയും തൊലപ്പിക്കാതെ ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് ഗോവിന്ദനോടും പിണറായിയോടും പച്ചയ്ക്ക് പറയുകയാണ് താഴെ തട്ടിലുള്ള പ്രവർത്തകരും മറ്റു ചില നേതാക്കളും ചേർന്ന്. ഇതോടുകൂടി കലാപം അത് വലിയ പൊട്ടിത്തെറിയിലേക്കും ഇനി വരും ദിവസങ്ങളിൽ ഒരു യുദ്ധത്തിലേക്കും പരിണമിക്കും. എല്ലാവർക്കും ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ, ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി കസേരയിൽ നിന്ന് മാറ്റുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മാറുക. പറ്റുമെങ്കിൽ ആ MLA സ്ഥാനം ഒന്ന് രാജിവെച്ച് കുടുംബത്ത് പോയിരുന്ന് വിശ്രമിക്കൂ എന്നാണ്. ഇതിലും വലിയൊരു തിരിച്ചടിയൊന്നും പിണറായിക്ക് ഇനി കിട്ടാനില്ല. ഈ അവസാന കാലത്ത് ഇനിയൊരു തിരിച്ചുവരവോ ഇനിയൊരു അധികാര കസേരയിലേക്ക് കയറാനോ ഉള്ള ഒരു ആരോഗ്യസ്ഥിതി അല്ല പിണറായിക്കുള്ളത്. നാണം കെട്ട്, സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് നാണം കെട്ടുള്ള ഒരു ഇറങ്ങിപ്പോക്കാണ് പിണറായിക്ക്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.